തീരഭൂമിയിലെ ക്ഷേത്രവിസ്മയം ശ്രീ മുക്കുംപുഴ ദേവീക്ഷേത്രം. കരുനാഗപ്പള്ളിയുടെ പടിഞ്ഞാറ് കടലിനും കായലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ആലപ്പാട് എന്ന ദേശത്തിൻ്റെ തെക്കേ അറ്റത്ത് പണ്ടാരത്തുരുത്ത് എന്ന പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ കോഴിക്കോട് രാജ്യത്തെ തിരുനാവായിലുള്ള ദേവി ജലമാർഗം പണ്ടാരത്തുരുത്ത് കടൽ തീരത്ത് എത്തിച്ചേരുകയും അവിടെ താമസിച്ചു വരുന്ന മത്സ്യബന്ധന ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ള ഹിന്ദു അരയ സമുദായത്തിന്റെയും മറ്റ് ജാതി മതസ്ഥരുടെയും ആരാധനാമൂർത്തിയായി ആചരിച്ചു. 4 വശങ്ങളും മൂക്കറ്റം പുഴയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ ദേവിയെ ശ്രീ മുക്കുംപുഴ പരാശക്തി എന്നറിയപ്പെടാൻ തുടങ്ങി. നമസ്കാരം, ഞാൻ മുക്കുംപുഴ ദേവീക്ഷേത്രം മേൽശാന്തി കണ്ണൻ അനിരുദ്ധൻ. ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീ മുക്കുംപുഴ ദേവീക്ഷേത്രത്തിലെ പ്രാധാന്യത്തെപ്പറ്റി പറയാനാണ്. മുക്കുംപുഴ ദേവീക്ഷേത്രം പ്രതിഷ്ഠയാണ് പ്രധാനമായിട്ട് വിശിഷ്ടമായിട്ടുള്ളത്. 5 മന ഇല്ലക്കാരുടെ സേവയോടുകൂടിയാണ് ഈ ക്ഷേത്രം ഇന്നത്തെ നിലയിലായത്. കൂടാതെ വിഗ്രഹം ശിവലിംഗത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. ശിവലിംഗത്തിൻ്റെ രൂപത്തിലുള്ളതാണെങ്കിലും ഭദ്രകാളിയാണ് ഈ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നത്. അഷ്ടകോണോട് കൂടിയിട്ടുള്ള വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ഈ അഷ്ടകോണുകളും അഷ്ടവൈരികളെ നശിപ്പിച്ച് അഷ്ടൈശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പൊങ്കാല നിവേദ്യമാണ്. അതുകൂടാതെ കേരളത്തിൽ ഇപ്പോൾ ചൊവ്വാദോഷത്തിന് പരിഹാരമുള്ള ഒരു ദേവീക്ഷേത്രമെന്ന് പറയപ്പെടുന്നത് മുക്കുംപുഴ ദേവീക്ഷേത്രമാണ്. കാരണം ജ്യോതിശാസ്ത്രപരമായിട്ട് അഷ്ടമം എന്ന് പറഞ്ഞാൽ ആയുസ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ ദേവത ശ്രീ ഭദ്രകാളിയാണ്. ആയുസ്സിനോട് അനുകൂലമായിട്ട് ഇരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ മുക്കുംപുഴ വിഗ്രഹം അതിപ്രാധാന്യമുള്ളതാണ്. കൂടാതെ ചൊവ്വാദോഷം, ജാതകാൽ ചൊവ്വാദോഷമുള്ളവർ ഇവിടെ വന്ന് 7 വാള് ചിലമ്പ് എടുത്ത് പ്രദക്ഷിണം ചെയ്യുന്നതും ആ 7 വാള് ചിലമ്പെടുത്ത് പ്രദക്ഷിണത്തിന് ശേഷം ഭരണി നക്ഷത്രത്തിൽ മഞ്ഞൾപ്പറയും നടത്തിയാൽ ഇവരുടെ, അതായത് ദമ്പതിമാരുടെ ചൊവ്വാദോഷം മാറുമെന്നാണ് പറയപ്പെടുന്നത്. അനേകായിരം ഭക്തജനങ്ങളെത്തി ഈ വഴിപാട് ഇവിടെ ചെയ്തു പോരുന്നു. കൂടാതെ മകരഭരണി മഹോത്സവമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഉത്സവം താന്ത്രിക വിധി പ്രകാരമാണെങ്കിൽ പോലും ഇവിടെ പ്രധാനമായി ചില വഴിപാടുകളും പ്രധാനമായി നടത്തുന്നുണ്ട്. അതിൽ പെട്ടതാണ് മീനൂട്ട്, കൂടാതെ തോറ്റമ്പാട്ട്. തോറ്റമ്പാട്ടിൽ 6-ാം ദിവസം ദേവിയുടെ വിവാഹമായിട്ടാണ് വരുന്നത്. അതിൽ ഈ പ്രദേശത്തുള്ളതും അന്യ നാടുകളിലുള്ളതുമായിരിക്കുന്ന ജനങ്ങൾ ഇവിടെ എത്തി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്നു. കൂടാതെ ആ ദിവസം ഇവിടെ എത്തുന്ന എല്ലാ ദമ്പതികമാർക്കും നെടുമാംഗല്യം ഭഗവതി നൽകുന്നതായിട്ടാണ് കാണുന്നത്. ക്ഷേത്രയുടെ ഉൽപ്പാദനം ഉണ്ടായത് പണ്ട് ഇടപ്പള്ളി മനയിൽ നിന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠർ ജലമാർഗത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ വന്ന് മൺതിട്ടയിൽ ഉറയ്ക്കുകയും അങ്ങനെ ഇവിടെ രാത്രി കാലങ്ങളിൽ പാർക്കുന്ന രീതിയിൽ ഇവിടെ തങ്ങുകയുണ്ടായി. അങ്ങനെ തങ്ങിയ കാലങ്ങളിൽ ദേവിയുടെ ഒരു
പ്രത്യേക ഒരു വെളിപാടുണ്ടായി. ഇവിടെ അവരുടെ സ്ഥിരമായി താമസിക്കണമെന്നാണ് അവർ തീരുമാനിക്കുകയും ഇവിടെ ഇവിടെ കാലക്രമേണ കൊണ്ട് ഒരു അമ്പലം നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ നാലാ ഭാഗത്തുനിന്നും നാലാ ജാതികളും ഇവിടെ എപ്പോഴും വന്ന് അമ്മയെ വിളിക്കുമ്പോൾ ഭക്തരെ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന അമ്മയാണ് മൂക്കുമ്പുഴ ദേവി. ഭദ്രകാളിയും പരാശക്തിയുമായ അമ്മയുടെ വിഗ്രഹം അപൂർവങ്ങളിൽ അപൂർവമായ അഷ്ടകോണുകളോടുകൂടി ശിവലിംഗ രൂപത്തിലാണ് എന്ന പ്രത്യേകതയുമുണ്ട്. നൂറ്റാണ്ടുകൾ മുമ്പ് രാജകൽപ്പന പ്രകാരം കരയെയും മുറിയെയും പെരുമ്പറ കൊട്ടി പാണന്മാരെ അന്യദേശത്തിലേക്ക് അയച്ചും മകരഭരണി മഹോത്സവത്തിന്റെ മഹിമയും പെരുമയും വിശേഷങ്ങളും കഥകളും പാടിയും പറഞ്ഞും മാളോരെ അറിയിച്ചുകൊണ്ട് വിവിധ ജാതി മതസ്ഥരുടെ കൂട്ടായ്മയിലൂടെയാണ് മകരഭരണി മഹോത്സവം നടത്തപ്പെട്ടിരുന്നത്. ജാതി മതഭേദമന്യുള്ള, അതായത് വ്രതശുദ്ധിയോടെ വരുന്ന ആർക്ക് വേണമെങ്കിലും ഈ ക്ഷേത്രത്തിൽ ദർശിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് കാര്യസിദ്ധി പൂജ ഉണ്ടായിരുന്നു. 5000 അധികം കാര്യസിദ്ധി പൂജകൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും, അത് എല്ലാവരും 5000 പരം നമുക്ക് കാര്യസിദ്ധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകളുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് മൂലവും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മൂലവും അത് നമുക്ക് അവിടെ നിന്നു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും പുതിയ ഭരണസമിതി അധികാരമേറ്റിട്ട് ഈ ഒരു വർഷം തന്നെ ഈ ഏറ്റവും അടുത്ത ഉത്സവത്തിന് തന്നെ തുടങ്ങാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മീനൂട്ട് ചടങ്ങ്, മീനൂട്ടെന്ന് പറയുമ്പോൾ തീരദേശമേൽ കടലിൽ മീനൂട്ട് ചെയ്യുന്ന ഒരു ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അത് നമ്മൾ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം പാറശാല വരെയുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ സമുദായത്തിലെ ഇതര മതത്തിൽപ്പെട്ട ആളുകളും അവരെ ക്ഷണിക്കുകയും അവരിവിടെ വരികയും വളരെ നല്ല രീതിയിൽ വ്രതശുദ്ധിയോടെ കൊണ്ടാകുന്ന ഒരു ചടങ്ങാണ് മീനൂട്ട്. കടലിൽ മത്സ്യങ്ങൾക്ക് ഊട്ടുന്ന ചടങ്ങാണ് മീനൂട്ടെന്ന് ഈ നമ്മുടെ മൂക്കുമ്പുഴ ക്ഷേത്രത്തിൻ്റെ മീനൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഗുരുകുല വിദ്യാഭ്യാസം കളരി വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വഴിമാറിയപ്പോൾ സംസ്കൃത പഠനം, ആയുർവേദ പഠനം, വേദപഠനം, സംഗീത പഠനം, ശാസ്ത്ര പഠനം, അനുഷ്ഠാന കലകളുടെ പഠനം, ഗണിത പഠനം, ജ്യോതിഷ പഠനം, കാർഷിക പഠനം, കരകൗശല നിർമ്മാണ പഠനം, ആയുധ പരിശീലനം മുതലായവ ശ്രീ മുക്കുമ്പുഴ കളരിശാലകളിൽ അഭ്യസിക്കപ്പെട്ടിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നതിന് നൂറ്റാണ്ടുകൾ മുമ്പ് പണ്ടാരത്തുരുത്ത് ശ്രീ മുക്കുമ്പുഴ ദേവീക്ഷേത്രത്തിൽ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യവും നാനാജാതി മതസ്ഥർക്കും പൂജ നടത്തുന്നതിനുള്ള അവകാശം നൽകി അന്നത്തെ പാണ്ഡ്യരാജ്യത്തെ മഹാരാജാവ് വിളംബരം നടത്തി ആചാരാനുഷ്ഠാനങ്ങൾ കാലാകാലങ്ങളിൽ മുടക്കം കൂടാതെ നടത്തുന്നതിന് അനുവാദം നൽകിയിരുന്നു. കാര്യസിദ്ധി പൂജ അഭീഷ്ടസിദ്ധിക്കായി ക്ഷേത്രത്തിൽ നടത്തിവന്ന പൂജയാണ് കാര്യസിദ്ധി പൂജ. ദേവിയെ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പുറത്തെഴുന്നള്ളിച്ചിരുത്തി പൂജ നടത്തും. ഭക്തർക്കും ഈ പൂജയിൽ പങ്കെടുക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മുതൽ നടക്കുന്ന പൂജയിൽ 5000-ലധികം ഭക്തരാണ് പങ്കെടുക്കുന്നത്. കോവിഡ് മൂലവും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനാലും നിർത്തിവച്ചിരുന്ന പൂജ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് പുനരാരംഭിക്കും. വാളും ചിലമ്പും സമർപ്പണം. കുടുംബ ഐശ്വര്യത്തിനും ശത്രുദോഷ നിവാരണത്തിനും സന്താന സൗഭാഗ്യത്തിനും വിവാഹ തടസ്സം, തൊഴിൽ തടസ്സം എന്നിവ മാറുന്നതിനും ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ വാളും ചിലമ്പും സമർപ്പിക്കുന്നതും ഉത്തമമാണ്. മഞ്ഞൾപ്പറ സർവദോഷ നിവാരണത്തിലും അഭീഷ്ടസിദ്ധിക്കും എല്ലാ ഭരണി നക്ഷത്രത്തിലും മഞ്ഞൾപ്പറ വഴിപാട് നടത്തിവരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുൾപ്പെടെ ജീർണത കണ്ടതിനെ തുടർന്ന് നടത്തിയ അഷ്ടമംഗല ദേവ പ്രശ്നവിധി പ്രകാരം പുതിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണം 2016 ആരംഭിക്കുകയും 2024 മാർച്ചിൽ പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു.
പൂർണ്ണമായും കൃഷ്ണശില, തേക്കുമരം, ചെമ്പ് എന്നിവ ഉപയോഗിച്ച് വിശിഷ്ടമായ കൊത്തുപണികളോടുകൂടി ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ തച്ചുശാസ്ത്ര വിധി പ്രകാരം പണി പൂർത്തീകരിച്ച് പ്രതിഷ്ഠ നടത്തി. ജനുവരി 27 മുതൽ ഫെബ്രുവരി 5 വരെ 10 ദിവസങ്ങളിലായി ഈ വർഷത്തെ തിരുവുത്സവം നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് കുടിൽ കെട്ടി ഭജനം പാർക്കുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇതിനായി 1000-ഓളം കുടിൽ തയ്യാറാക്കും. മീനൂട്ട് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന ഒരു ചടങ്ങാണ് മീനൂട്ട്. ഉത്സവത്തിൻ്റെ 9-ാം ദിവസം മത്സ്യത്തിനെ ഊട്ടുന്ന ചടങ്ങാണിത്. മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച തീരദേശ ജനങ്ങൾ വർഷത്തിലൊരിക്കൽ പ്രത്യേകം തയ്യാറാക്കിയ പ്രസാദം കടലിൽ സമർപ്പിച്ച് തങ്ങളുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണക്കാരായ മത്സ്യത്തിനെ ഊട്ടുക എന്ന മഹത്തായ ചടങ്ങാണ് മീനൂട്ട്. നമസ്കാരം. നമ്മുടെ ഈ ശങ്കരൻ കാളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മൂക്കുമ്പുഴ അമ്പലത്തിൽ പുരാതനമായ സമയത്ത് ഒരു ഭക്തൻ കൊണ്ട് നടക്കിരുത്തിയതാണ്. കുഞ്ഞു പ്രായത്തിലെ കൊണ്ട് നടക്കിരുത്തിയതാണ്. അത് ഈ ഗ്രാമങ്ങളിലെ മൊത്തം എല്ലാ ഗ്രാമങ്ങളിലും ഇത് കുഞ്ഞുനാളിൽ രാവിലെ പോയി എല്ലാ വീടുകളിലും പോയി ആരെയും ഉപദ്രവിക്കുകയോ ആരുടെയും കൃഷി നശിപ്പിക്കുകയോ മറ്റു ഉപദ്രവങ്ങളൊന്നും ചെയ്യാതെ എല്ലാ വീടുകളിലും പോയി അതിനാവശ്യമുള്ള ഭക്ഷണങ്ങൾ വീടുകളിൽ തോറും കയറി കഴിക്കും. രാത്രിയാകുമ്പോൾ വീണ്ടും തിരിച്ച് നമ്മുടെ നടയിൽ തന്നെ വരും, ഇവിടെ കിടക്കും. പിറ്റേ ദിവസം രാവിലെ മറ്റു ഗ്രാമങ്ങളിൽ പോകും. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കാളയായിരുന്നു. അത് കാലക്രമേണ വളർന്ന് വലുതായി ഈ മൂക്കുമ്പുഴ ക്ഷേത്രത്തിൽ തന്നെ നിര്യാതയാകുകയും ചെയ്തു, അന്തരിക്കുകയും ചെയ്തു. അതിന് ശങ്കരൻ എന്നുള്ള പേരാണ് ഇട്ടത്. അതിൻ്റെ ഓർമ്മപ്പെടുത്തലിനായിട്ടാണ് ഇവിടെ നമ്മൾ ശങ്കരൻ കാളയുടെ ഒരു പ്രതിഷ്ഠ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, ഇപ്പോൾ ആരാധിച്ച് പോകുന്നത്. അതിനു കൂടാതെ ഇപ്പം വീണ്ടും ഒരു ഭക്തൻ ഒരു ചെറിയൊരു കാളയെ കൊണ്ടുവന്ന് നമുക്ക് നടക്കിരുത്തിട്ടുണ്ട്. അത് വലുതായിട്ടുണ്ട്. അതിനും നമ്മൾ ആ പഴയ കാളയുടെ ഓർമ്മയ്ക്കായിട്ട് ശങ്കരൻ കാള എന്ന് തന്നെയാണ് അതിന് പേരിട്ടേക്കുന്നത്. ഇത് പണ്ടാരത്തുരുത്ത് ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ആലപ്പാട് പഞ്ചായത്തിൽ പണ്ടാരത്തുരുത്ത് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ദൂരമാണ് ഈ അമ്പലത്തിലേക്കുള്ളത്. 2025 ജനുവരി മാസം 27-ാം തീയതി ഇവിടുത്തെ തിരുവുത്സവം തുടങ്ങി ഫെബ്രുവരി 5-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് തന്നെ 10 ദിവസത്തെ അന്നദാനം, അതോടൊപ്പം തന്നെ നിത്യ പൊങ്കാല, അതോടൊപ്പം വിവിധ കലാപരിപാടികൾ, 9 ദിവസത്തെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആറാട്ട് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇവിടെ നേരത്തെ നടന്ന മാതിരി തന്നെ കൃത്യമായി തന്നെ ഇപ്രാവശ്യവും നടക്കും. ഭക്തജനങ്ങളുടെ വളരെ കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടെ എത്താനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. 15,000-ൽ പരം നോട്ടീസാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അടിച്ച് വിതരണം ചെയ്യുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് അങ്ങ് കൊടുങ്ങല്ലൂർ മുതൽ അങ്ങ് തിരുവനന്തപുരം, മയ്യനാട് ഭാഗങ്ങളിൽ ഉള്ളവരെ വരെ ഈ ക്ഷേത്രത്തിൻ്റെ അധികാരികളും അവകാശികളുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അവരൊക്കെ നല്ല രീതിയിൽ ഈ ക്ഷേത്രമായിട്ട് സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ പ്രധാനമായി നടത്തുന്ന ഒരു വഴിപാടാണ് വാളും ചിലമ്പും. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും നീക്കി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് നമ്മൾ നടത്തുന്ന ഒരു വഴിപാടാണ്. ഇപ്പോൾ പുതിയ ഗൃഹം വയ്ക്കുന്നതിനാണെങ്കിലും, വിദേശത്ത് പോകുന്നതിനാണെങ്കിലും, ജോലി കിട്ടുന്നതിനാണെങ്കിലും, മറ്റെല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും നമ്മുടെ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ തെക്കൻ കേരളത്തിൽ, കൊടുങ്ങല്ലൂർ ക്ഷേത്രം കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിൽ മാത്രം നടത്തുന്നൊരു വഴിപാടാണ് വാളും ചിലമ്പും. ഇത് നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാട് രസീത് എഴുതി അകത്തുനിന്ന് നമ്മൾ ഈ വാളും ചിലമ്പും വാങ്ങി ക്ഷേത്രത്തിനെ ആദ്യം ഒന്ന് വലത്ത് വെച്ചിട്ട് പുറത്തിറങ്ങി, ദേവീക്ഷേത്രങ്ങളിൽ 6 വലത്തെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിൽ 6 വലത്ത് കൂടെ വെച്ച് മൊത്തത്തിൽ 7 പ്രദക്ഷിണം ചുറ്റിയിട്ടാണ് ഈ വഴിപാട് നടത്തുന്നത്. അത് നമുക്ക് അകത്ത് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു പ്രസാദം അമ്പലത്തിൽ തരും. അങ്ങനെയാണ് ഈ വഴിപാട് നടത്തുന്നത്. ഇത് ഈ നമ്മുടെ മൂക്കുമ്പുഴ ക്ഷേത്രത്തിൽ മാത്രം നടത്തുന്ന ഒരു വഴിപാടാണ്.